ഇന്നത്തെ ദിവസം എന്തായാലും ഒരു ചിത്രം വരയ്ക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ എണീക്കുന്നത്. അതുകൂടാതെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ബേസ്മെൻറ്റ് പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റ് ദിവസം കൂടിയാണ്. ഏകദേശം ഒരു 9 മണി ആയപ്പോഴേക്കും ചിത്രം വരെ ഞാൻ തൽക്കാലം നിർത്തിവെച്ചിട്ട് വീട് പണി നടക്കുന്ന അവിടേക്കൊന്ന് പോയോക്കി. പ്ലിന്ത് ബീം കോൺക്രീറ്റ് ചെയ്യാനുള്ള കമ്പിയൊക്കെ തലേ ദിവസം തന്നെ കെട്ടിയെല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. ഞാൻ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കോൺക്രീറ്റിന് ആവശ്യമായ സിമൻ്റായിട്ട് വണ്ടി എത്തി. ആദ്യത്തെ ചട്ടി കോൺക്രീറ്റ് ഫില്ല് ചെയ്തത് എൻ്റെ അച്ഛനാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ അച്ഛനും എത്തി. തറയുടെ ഒരു സൈഡ് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പണിക്കാരെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഇവർ പണിയെടുക്കുന്നത്. ഏകദേശം ഒരു 12 മണി ആയപ്പോഴേക്കും ഇവർക്ക് കഞ്ഞിയാണ് കേട്ടോ കുടിക്കാൻ കൊടുത്തത്. ഇന്ന് രാവിലെ മുതലേ മഴ ദിവസമായതുകൊണ്ട് വാർപ്പിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നല്ല മഴ പെയ്തു കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. വാർപ്പ് കഴിഞ്ഞ പണിക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുക്കാനായിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോൾ ഫുഡ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ രാവിലെ പകുതിക്ക് വെച്ച് നിർത്തിയ ചിത്രം വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഭക്ഷണമായിട്ട് തിരിച്ച് പണിസ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും കോൺക്രീറ്റ് എല്ലാം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പണിയെല്ലാം അവസാനിച്ച് പണിക്കാർ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത്. നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഭക്ഷണം മറ്റൊരാൾ സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമാണല്ലേ. പണിയെല്ലാം കഴിഞ്ഞ് പണിക്കാരെ പറഞ്ഞയച്ച് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കി പരിപാടി തുടങ്ങി. ഞാനിതൊന്ന് തീർക്കണം വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര നേരം ഈ ചിത്രത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ച് സാധാരണ ഇരിക്കാറാണ് പതിവ്. അങ്ങനെ രാത്രി 10:30 ആയപ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ ചിത്രം വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതാരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഒരു ലൈക്കും ചെയ്യണേ.